ഹായ്, ഇന്ന് വിജയദശമി ദിവസമായിരുന്നു. രാവിലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വീട്ടിൽ വിളക്ക് കത്തിച്ചു, പൂജ വെച്ച പുസ്തകങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം കുട്ടികൾ കുറച്ച് നേരം ആ പുസ്തകം വായിച്ചു. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. നമ്മുടെ മൂത്ത കൊച്ചിന് ക്ലാസിക്കൽ ഡാൻസിന് ചേർക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. മുണ്ടക്കയത്ത് വെച്ചായിരുന്നു. ആദ്യമേ അവിടെ വിളക്ക് കൊളുത്തിയുള്ള ചടങ്ങുകളായിരുന്നു ഫസ്റ്റ് നടന്നത്. അതിനുശേഷം പുതിയ കുട്ടികളുടെ നിന്ന് ദക്ഷിണ സ്വീകരിക്കുകയാണ് ആദ്യമേ ചെയ്തത്. പ്രാർത്ഥനയ്ക്ക് ശേഷം പുതിയ കുട്ടികളിൽ നിന്ന് ദക്ഷിണ സ്വീകരിച്ചു. അതിനുശേഷം ചിലങ്ക പൂജ ചെയ്ത കുട്ടികളുടെ ചിലങ്കകൾ വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ മിസ്സ് പലർക്കും ചിലങ്കകൾ കെട്ടി കൊടുക്കുകയും ചെയ്തു. വളരെയധികം കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ്. നമുക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ക്ലാസിക്കൽ ഡാൻസൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ നമ്മുടെ കാലത്തൊന്നും അതിനുള്ള അവസരങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഹോളിൽ തന്നെ ചെറിയൊരു മധുര വിതരണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെള്ളവും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മിസ്സ് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം അതനുസരിച്ച് കുട്ടികൾ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നമുക്ക് ക്ലാസ് നടക്കുന്നത് മുണ്ടക്കയം SNDP ഹാളിൽ വെച്ചായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. എല്ലാം ഒരുമാതിരിപ്പെട്ട ഒരു 80% കുട്ടികളും നമ്മുടെ അതായത് എൻ്റെ മൂത്ത കുട്ടിയുടെ പേര് കൺമണി, ഇളയ കുട്ടിയുടെ പേര് പൊന്മണി. ശരിക്കുള്ള പേര് സായിരൂപ സായികൃഷ്ണ എന്നാണ്. അപ്പോൾ അവളും കൺമണിയുടെയും പൊന്മണിയും പഠിക്കുന്ന സ്കൂളിലെ തന്നെ കുട്ടികളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. ടീച്ചറിന് പല സ്ഥലത്തെ ക്ലാസ്സുകൾ നടത്തുന്നത് കേട്ടോ. ചിറ്റടിയുണ്ട്, ചോറ്റിയുണ്ട്. അങ്ങനെ അവിടെ ആദിത്യ സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ് നമ്മുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വരാനായിട്ട് നല്ല മടിയുണ്ടായിരുന്നു. ഒന്നാമത് അവൾ സ്കൂളുകളിലൊക്കെ ഡാൻസ് കളിക്കാറുണ്ട്, സിനിമാറ്റിക് അങ്ങനെ ഡാൻസ്. അത്യാവശ്യം വലിയ സ്റ്റെപ്പുകളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള സ്റ്റെപ്പൊക്കെ ഇട്ടുള്ള ഡാൻസ് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലത്തിൽ തിരുവാതിര, കൈകൊട്ടിക്കളി അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ ഈയിടെയായിട്ടാണെങ്കിൽ ഇതിന് തൊട്ട് 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ വളിയാങ്കാവ് അമ്പലത്തിലെ കൈകൊട്ടിക്കളിക്കൊക്കെ അവളുണ്ടായിരുന്നു. കൈകൊട്ടിക്കളിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ശിവശക്തി തിരുവാതിര സംഘം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലൂർക്കാവിലുള്ള ഒരു ഗ്രൂപ്പാണ്. എല്ലായിടത്തും പോയി ഈ കൈകൊട്ടിക്കളിയും തിരുവാതിരയൊക്കെ കളിക്കാറുണ്ട്. അമ്പലത്തിലും അതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസിനും ഒക്കെ ഇവർ പെരുവന്താനം പഞ്ചായത്തിലെ പ്രോഗ്രാംസിന് ഒക്കെ നമ്മുടെ തിരുവാതിര സംഘം കളിക്കാറുണ്ട്. അപ്പം അവിടെയും ഇന്ന് തന്നെയാണ് ആരംഭം കുറിക്കുന്നത്. ഇന്ന് 11 മണിക്ക് തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഇവിടെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ക്ലാസിക്കൽ ഡാൻസിൽ ചേരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് അവിടെ ചെല്ലാം, ചേച്ചീനെ കാണാം, ചേച്ചിക്ക് ദക്ഷിണ കൊടുക്കാം, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് മൈൻഡെല്ലാം മാറി നന്നായിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അവൾക്ക് സന്തോഷം തോന്നി. അതുപോലെ തന്നെ എൻ്റെ ഇളയ കുട്ടീനെയും ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ തീരെ കുഞ്ഞാണ്. അപ്പം നമുക്ക് ഇവളെ വീടിനടുത്ത് വേറൊരു കൊച്ചുണ്ട്, അതിൻ്റെ കൂടെ വിടാം, ബസ്സിന് പോയി വരാം, അങ്ങനെയുള്ള പ്ലാനിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇവൾ ചെറുതായതുകൊണ്ട് ഇവളെയും കൂടി വിട്ടാൽ ആ കുട്ടിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ നമ്മളെന്നാൽ മൂത്തവളെ മാത്രം, കൺമണിയെ മാത്രം ചേർക്കാം എന്ന് പറഞ്ഞ് ചേർത്ത്. പുതിയ കുട്ടികൾക്ക് പിന്നെ നേരത്തെ പോരാമായിരുന്നു. നമ്മളൊരു 12-12:30 ആയപ്പോൾ തിരിച്ചു പോന്നു. പഴയ കുട്ടികൾക്ക് വീണ്ടും ക്ലാസ് തുടർന്നുകൊണ്ട് പോയി. അതിനുശേഷം നമ്മുടെ ഈ കൈകൊട്ടിക്കളിയുടെ ഗ്രൂപ്പിൽ വന്ന് ചേച്ചിക്ക് ദക്ഷിണ കൊടുക്കണമെന്ന് അവൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുപോലെ അവളുടെ ആഗ്രഹം പോലെ തന്നെ ചേച്ചിയുടെ അടുത്ത് പോയി ദക്ഷിണയൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ തിരിച്ചു പോന്നു. ഇതാണ് അവളുടെ ചേച്ചി.
ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചി എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.